ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയമുള്ള ഉസ്താദുമാരെ, നമ്മള് പിന്നെ ഈ വർഷം 2025-2026 പൊതുപരീക്ഷയ്ക്ക് അറ്റൻഡൻസ് ചേർത്ത് കൊടുക്കണം എന്ന നിർബന്ധമാണ് കുട്ടികൾക്ക്. അപ്പൊ അറ്റൻഡൻസ് ചേർത്ത് കൊടുത്തിട്ട് എങ്ങനെ ഹാൾ ടിക്കറ്റ് എടുക്കുക എന്നുള്ള വീഡിയോ ആണ്. നേരെ ഗൂഗിളിൽ പോവുക, സമസ്ത ഇൻഫോ എന്നതിൽ പോവുക, സമസ്ത ഓൺലൈൻ എന്ന് വേണം, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നമ്മളെ മദർസന്റെ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുക. മുകളിൽ ഇങ്ങോട്ടൊന്ന് അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് നേരെ നമുക്ക് ഇവിടെ പബ്ലിക് എക്സാം എന്ന് കാണും, ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നേരെ താഴെ അറ്റൻഡൻസ് എന്ന് കാണും, ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ക്ലാസ് സെലക്ട് ചെയ്യുക, 5 എടുക്കുക, സബ്മിറ്റ് എന്നുള്ള ബട്ടൺ നോക്കി കൊടുക്കുക. ഇങ്ങോട്ട് ഓരോ കുട്ടികൾക്കും ഹാജർ നമ്മൾ ആദ്യം ടോട്ടൽ ഹാജർ ഇവിടെ ഈ കള്ളി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ടോട്ടൽ അറ്റൻഡൻസ് കൊടുത്ത് ടോട്ടൽ ഹാജർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാ കുട്ടികൾക്കും നിങ്ങളെ കൊടുക്കണം എന്നില്ല. പിന്നെ ആ കുട്ടിക്ക് കിട്ടിയ ഹാജർ എത്ര വെച്ചാൽ അത് ഇവിടെ കൊടുക്കുക. ഇപ്പൊ 181 ഹാജരാണ് ഈ കുട്ടിക്കുള്ളത്, 84%. ഈ 84% എന്ന് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഹാജറൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇവിടെ ആയിട്ട് സേവ് എന്ന് കാണും, ഇവിടെയാണ് കാണുക, സേവ് എന്ന് കാണും. ആ സേവ് അടിച്ചു കഴിഞ്ഞാലുള്ളൂ ഇവിടെ അങ്ങനെ ശതമാനം എന്ന് കാണിക്കുക. അപ്പോൾ ഇതിലെല്ലാ കുട്ടികൾക്കും 70% ഹാജറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യണ്ട, അപ്ലോഡ് ഇമേജ് എന്നുള്ള കമ്മിറ്റിന്റെ ലെറ്റർ പേഡിൽ കട്ട് ചെയ്ത് കൊടുക്കേണ്ട ഒരു ആവശ്യം ഈ ക്ലാസ്സിന് വരുന്നില്ല. ഇനി നോക്കിക്കോളി, നമ്മള് അതേ അറ്റൻഡൻസ് എന്നതിനായി തന്നെ പോവുക. അറ്റൻഡൻസ് എന്നതിൽ പോയി കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ക്ലാസ് ഒന്ന് സെലക്ട് ചെയ്ത് നേരെ 7ാം ക്ലാസ് എടുത്ത് സബ്മിറ്റ് എന്ന ബട്ടൺ നോക്കി. ഇനി നമ്മൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികൾക്ക് ഹാജർ ചേർത്ത് കൊടുക്കണം. ടോട്ടൽ 206 നേരത്തെ പറഞ്ഞതുപോലെ ഈ കള്ളിയിൽ 206 എന്ന് കൊടുത്താൽ എല്ലാ കുട്ടികൾക്കും 206 എന്ന് ഇവിടെ വരും. സെപ്പറേറ്റ് ടോട്ടൽ ഹാജർ നിങ്ങൾ ചെയ്ത് കൊടുക്കണ്ട. നിങ്ങൾ എന്നാണോ ഹാൾ ടിക്കറ്റ് എടുക്കുന്നത് അന്നത്തെ വരെയുള്ള ഹാജറാണ് നിങ്ങൾ ചേർത്ത് കൊടുക്കേണ്ടത്. പട്ടികയിൽ ചിലപ്പോ ഈ മാസം ആദ്യം വരെ ചേർത്ത ഹാജര ഉണ്ടാവുള്ളൂ. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് 1-ാം തീയതി മുതലേക്ക് ഇന്ന് എത്ര ദിവസം ഉണ്ട് വെച്ചാൽ അത്ര ദിവസത്തെ ഹാജറും കൂടി കൂട്ടി നമ്മൾ ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഇതില് ഒരു കുട്ടിക്ക് ഇപ്പോ പിന്നെ ഹാജർ കുറവാണെങ്കിൽ ഇപ്പൊ 140 ഹാജറാണ് ഈ കുട്ടിക്കുള്ളത്. 140 ഹാജർ എന്ന് പറഞ്ഞാല് 70% ഹാജർ ഇല്ല. അങ്ങനെ 70% ഹാജർ ഇല്ലെങ്കിൽ നമ്മള് ഈ അടിഭാഗത്ത് സേവ് ഈ ഒരു ബട്ടൺ ഒരു കാരണവശാലും നെക്കി കൊടുക്കരുത്. ഇത് ഒരിക്കലും നെക്കരുത്. ഇവിടെ സേവ് എന്ന് വരും. ആ സേവ് അടിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ഇവിടെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ചൂസ് ഫയൽ എന്നുള്ള ഒരു ഓപ്ഷൻ കാണിക്കും. ചൂസ് ഫയൽ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. കമ്മിറ്റിന്റെ ലെറ്റർ പേരിൽ ഒരു കത്ത് എഴുതിയിട്ട് ആ കത്ത് അവിടെ എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. കത്ത് എന്താ എഴുതേണ്ടതെന്ന് വെച്ചാൽ SKIMV വിദ്യാഭ്യാസ ബോർഡിനെ സമക്ഷത്തിങ്കലേക്ക് പിന്നെ കുട്ടിന്റെ പേര്, കുട്ടിന്റെ രജിസ്റ്റർ നമ്പർ, ഇന്ന കുട്ടി പിന്നെ ഗൾഫ് പോയത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖം കാരണം കൊണ്ടാണ് ആ കുട്ടി പിന്നെ കുറച്ച് ദിവസം ആബ്സെന്റ് ആയത്. അതുകൊണ്ട് ആ കുട്ടി പിന്നെ പരീക്ഷ എഴുതാൻ താല്പര്യമുള്ള ഒരു കുട്ടിയാണ്, അത്യാവശ്യം പഠിക്കുന്ന കുട്ടിയാണ്. അതുകൊണ്ട് ആ കുട്ടിക്ക് പരീക്ഷ എഴുതാനുള്ള സംവിധാനം വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കിയിട്ട് അനുവദിച്ച് തരണം എന്ന് പറഞ്ഞുള്ള കത്ത് എഴുതിയിട്ട് അവിടെ സെക്രട്ടറി ഒപ്പുവെച്ച് സദർമൂല്യം ഒപ്പുവെച്ചിട്ട് ആ കത്താണ് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. ആ കത്ത് അപ്ലോഡ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇവിടെ സബ്മിറ്റ് ചെയ്തുള്ള ബട്ടൺ നക്കാൻ പാടുള്ളൂ. അല്ലാതെ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ആ ബട്ടൺ അവിടെ നിങ്ങൾ ഒരിക്കലും നക്കരുത്. നെക്കിയാൽ പിന്നെ നിങ്ങൾക്ക് ഈ കത്ത് വരെ എന്ത് ചെയ്യാൻ പറ്റൂല, അപ്ലോഡ് ചെയ്യാൻ പറ്റൂല. പിന്നെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഓഫീസിൽ വിളിച്ചിട്ട് സബ്മിറ്റ് ഒഴിവാക്കാനൊക്കെ പറയേണ്ടി വരും. അപ്പൊ നല്ല ശ്രദ്ധിക്കുക. വീഡിയോ കൃത്യമായിട്ട് ഒരു തലക്കെന്ന് കണ്ട വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ്. അപ്പൊ അത് നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, അതിൽ ഈ ഫോം അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ വീഡിയോ. അപ്പൊ വീഡിയോ മാക്സിമം മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഉണ്ടല്ലോ, ഈ കാണുന്ന ബട്ടൺ നോക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇതാണ് ആ ബട്ടൺ. ഓക്കെ. ഹാൾ ടിക്കറ്റ് എങ്ങനെ എടുക്കുക എന്ന് ചില ആളുകൾക്ക് പ്രിന്റ് എടുക്കാൻ അതെങ്ങനെ എടുക്കുക എന്നുള്ളത് ചില ആളുകൾക്ക് അറിയില്ല. അതായത് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് എങ്ങനെ എടുക്കുക എന്നുള്ളത്. അതിപ്പോ നമ്മൾ ഈ ഹാജരൊക്കെ കൊടുത്ത് സേവ് അടിച്ച് സബ്മിറ്റ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതേപോലെ പബ്ലിക് എക്സാമിലൊന്ന് പോവുക. ഏറ്റവും അടിയിൽ കാണുന്ന ഹാൾ ടിക്കറ്റ് എന്നതിലൊന്ന് പോവുക. ഹാൾ ടിക്കറ്റ് എന്നതിൽ പോയിട്ട് ഏറ്റവും മുകളിൽ ക്ലാസ് ഒന്ന് സെലക്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വേണ്ട ലാംഗ്വേജ് ഏതാച്ചെങ്കിൽ മലയാളമാണെങ്കിൽ മലയാളം, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്. ഞാനിവിടെ മലയാളം സെലക്ട് ചെയ്യുന്നുണ്ട്. മലയാളം അടിച്ച്
നേരെ ഈ ഡൗൺലോഡ് എന്ന ബട്ടൺ നെക്കി കൊടുക്കുക. ഇപ്പൊ എന്തായി, നമ്മൾ അത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. അത് എവിടെ കാണുകയെന്ന് അത് ഇതാ ഇവിടെ എല്ലാരും പല ഫോണിലും പല മോഡലാക്കാരം. ഇതിലിങ്ങനെ മൈ ഫയൽ എന്ന് പറയപ്പെടുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഗാലറി എന്ന് കാണും. അത് നോക്കിയാൽ മൈ ഫയൽ എന്നതിലൊന്ന് പോവുക. അതിൽ പോയി കഴിഞ്ഞാൽ ഈ ഡൗൺലോഡ് എന്ന് കാണും. ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ കുട്ടികളുടെ മൊത്തത്തിലുള്ള ഹാൾ ടിക്കറ്റ് ഇതാ ഇവിടെ വന്ന് നടക്കണം. ഓക്കെ, ഇനി അത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഹാൾ ടിക്കറ്റ് ഇവിടെ എടുത്തിട്ട് നമുക്ക് നേരെ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിലൊന്ന് പോയിട്ട് ഏതെങ്കിലും ഇതിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനൊക്കെ കഴിയും. ഇങ്ങനെയാണ് ഹാൾ ടിക്കറ്റ് എടുക്കേണ്ടത്. ഇനി വേറെ ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാവും, 70% ഹാജർ ഇപ്പൊ ഈ കുട്ടിക്ക് ഉണ്ടോ എന്ന് എങ്ങനെ അറിയാ എന്നുള്ളത്. അത് അറിയണമെന്നുണ്ടെങ്കിൽ നേരെ നമ്മൾ കാൽക്കുലേറ്റർ ഒന്ന് എടുക്കുക. കാൽക്കുലേറ്റർ എടുത്തു കഴിഞ്ഞതിന്റെ ശേഷം ഇപ്പൊ 205 ഹാജറാണ് ഒരു കുട്ടിക്ക് ഉള്ളത് വെച്ചെങ്കിൽ 205 എന്ന് എടുക്കുക. നേരെ നമ്മളെ ഫോണിന്റെ മുകളിൽ തന്നെ ഈ കാണുന്ന ബട്ടൺ ശതമാനം എന്ന ബട്ടൺ ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എത്ര ശതമാനമാണ് ഹാജർ വേണ്ടത്? 70% ഹാജർ വേണ്ടത്. അപ്പോ 70 എന്നൊന്ന് അടിച്ചു കൊടുക്കുക. അപ്പോ ഈ 205 ഹാജർ ഒരു ടോട്ടൽ മദ്രസിൽ ഹാജർ ഉണ്ടെങ്കിൽ 70% ഹാജർ ഉണ്ടെങ്കിൽ പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ 70% ഹാജർ വേണമെങ്കിൽ മിനിമം കുട്ടിക്ക് 143 ഹാജർ വേണം. മിനിമം കുട്ടിക്ക് എത്ര ഹാജർ വേണം? 143 ഹാജർ വേണം. ഇങ്ങനെയാണ് അതിന്റെ ശതമാനം കാണേണ്ടത്. ഇതിൽ കമ്മിയായിട്ട് വരുമ്പോൾ എന്ത് ചെയ്യണം, കമ്മിറ്റിന്റെ ലെറ്റർ പേഡിൽ ആ കത്തൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. എങ്കിലേ ആ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതറിയാത്ത ഒരുപാട് പാവങ്ങൾ ഉണ്ടാവും, അവർക്കൊക്കെ അത് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.